ഈ മാന്തോട്ടത്തിൽ ചെന്നപ്പോൾ 4 ചുറ്റും മതിലാണ്. അവിടെ ഈ കമ്പിവേലിയാണ്. കമ്പിവേലിയുടെ ചുറ്റും ഒരു 10-30ഓളം നായ്ക്കൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ പിന്തിരിഞ്ഞോടി എന്നുള്ള ലെവലിലാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ ചിത്രീകരിച്ചത്. പരിഹസിച്ച് ഒരുപാട് പരിഹസിച്ചു. കടി ഉണ്ടാനും വേണ്ടിയില്ല, അതിനകത്ത് കയറുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. ശ്രീ ഷാനവാസിൻ്റെ ഒരു അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കമ്പ്യൂട്ടറിലുള്ള നോളജ് കംപ്ലീറ്റ് നല്ലോണം യൂസ് ചെയ്തൊരു സംഭവമാണ്. അങ്ങനെയാണ് നമുക്കൊരു ലീഡ് പിടികൂടുന്നൊരു കാരണവശാലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ സാഹസികമായിട്ടാണ് പിടികൂടിയതല്ലേ? അതെ. പോലീസിന് ആകെ ഒരു നാണക്കേടുണ്ടായൊരു സംഭവമായിരുന്നു. അതെ. ഇപ്പൊ കയ്യടി നേടുകയാണ് പോലീസ്. അതെ. എന്താ സംഭവിച്ചത്? കഴിഞ്ഞ 19-ാം തീയതി ഏകദേശം ഒരു 11:15 നമ്മുടെ ഇവിടെ സത്യമുക്ക് അമ്പലത്തിലൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അവിടെ പോവുകയും പോലീസ് അവിടെ ചെല്ലുമ്പോൾ തന്നെ സത്യമുക്ക് സ്വദേശിയായ ദേവൻ അവിടെ ഒരു വിഷയം ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ട് പോലീസ് തടയാൻ ശ്രമിച്ചപ്പോൾ പോലീസിൻ്റെ വാഹനം അദ്ദേഹത്തിൻ്റെ മഹീന്ദ്ര ജീപ്പ് ഉപയോഗിച്ച് അതിശക്തമായി ഇടിച്ചു തെറിപ്പിക്കുകയും അതിനുശേഷം 1-2 പ്രാവശ്യം അത് ആവർത്തിക്കുകയും ചെയ്തു. അതാണ് ഏറ്റവും കൂടുതൽ വൈറലായത്. അതെ. അതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, ആദ്യത്തെ ഒരു ഭയാനകമായ ഇടിയാണ്. അത് പലപ്പോഴും ചാനലുകളിലൊന്നും വന്നില്ല. ആ ഇടിയിൽ വണ്ടി മൊത്തത്തിൽ താഴോട്ട് ഏകദേശം ഒരു 10 മീറ്ററോളം താഴോട്ട് പതിക്കുകയാണ് ഉണ്ടായത്. അത് പക്ഷേ എന്തോ കാരണവശാൽ വീഡിയോസിലൊന്നും വന്നില്ല. സാധാരണ പോലീസുകാർ അതിൽ നിന്ന് ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് മാത്രമാണ് അത് കണ്ടത്. പക്ഷെ അത് ആയിരുന്നെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലായി. എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയാണ്. പിന്നീട് അന്ന് തന്നെ ഞാനൊരു 10 മിനിറ്റ് അവിടെ ചെല്ലുകയും ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള വ്യാപകമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അന്ന് രാത്രി മുഴുവൻ ഇദ്ദേഹം പോകാൻ ഇടയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ നോക്കി. പലയിടത്തും പോയി, ഇയാളെ പല ഒളിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും പോയി അന്വേഷണം നടത്തി. പിറ്റേന്ന് ഉച്ചവരെ അന്വേഷണം നടത്തി. ഉച്ചയ്ക്ക് ശേഷം കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ പൂരമായ ആനയടി പൂരവുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിക്ക് പോയി. പിന്നീട് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ CDR ലഭിച്ചപ്പോഴും നമുക്ക് ഒരു വ്യക്തമായ ഒരു ആൻസറൊന്നും കിട്ടത്തക്ക രീതിയിലുള്ള ഒന്നും തന്നെ ഇല്ലായിരുന്നു. തികച്ചും കണ്ണുകെട്ടി കളി തന്നെയായിരുന്നു കുറച്ച് മണിക്കൂറുകൾ. അവിടെ നിന്നാണ് നമുക്കൊരു ചെറിയ ലീഡ് നമുക്ക് ലഭിക്കുന്നത്. ഫോൺ ഉപയോഗിക്കാൻ വലിയ വെല്ലുവിളിയായിട്ടല്ലേ? ഫോൺ ഉപയോഗിക്കാൻ വലിയൊരു വെല്ലുവിളിയായി. കാരണം ഫോൺ സാധാരണ ഇപ്പോഴത്തെ കുറ്റകൃത്യങ്ങളെല്ലാം ഫോൺ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഇദ്ദേഹം ഫോണ് തീർത്തും ഉപേക്ഷിച്ച രീതിയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറിയൊരു ലീഡ് നമുക്ക് ലഭിക്കുന്നത്. വാഹനം എറണാകുളം ജില്ലയിൽ ഇങ്ങനെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നൊരു വിവരം കിട്ടി. അവിടെ നിന്നുള്ള അന്വേഷണത്തിലും ശ്രീ ഷാനവാസിൻ്റെ ഒരു അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കമ്പ്യൂട്ടറിലുള്ള നോളജ് കംപ്ലീറ്റ് നല്ലോണം യൂസ് ചെയ്തൊരു സംഭവമാണ്. അങ്ങനെയാണ് നമുക്കൊരു ലീഡ് അതിലേക്ക് കിട്ടുന്ന ഒരു മണി ട്രാൻസാക്ഷൻ്റെ ഒരു ലീഡ് കിട്ടുകയും അത് വർക്ക് ചെയ്ത് പോകുമ്പോൾ ഒരു ഫോൺ നമ്പർ നമുക്ക് കിട്ടുന്നു. ഒരു തമിഴ്നാട് സ്വദേശിയായ ഒരാളുടെ ഫോൺ നമ്പർ കിട്ടുന്നു. ആ ഫോൺ നമ്പർ അന്വേഷിച്ച് ചെന്നപ്പോൾ അവിടെയും ഇയാളില്ല. അതൊരു മാന്തോട്ടമാണ്, തെങ്കാശിയിലുള്ള ഒരു മാന്തോട്ടമാണ്. ഈ മാന്തോട്ടത്തിലും പുള്ളിയില്ല. ഈ ഫോണിൻ്റെ ഉടമസ്ഥ മാത്രമാണ് അവിടെ ഉണ്ടായത്. ഞങ്ങൾ തികച്ചും പരാജയപ്പെട്ടു എന്ന് തീർച്ചപ്പെടുത്തിയൊരു നിമിഷമായിരുന്നു അത്. പിന്നീട് ഇദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് 1/2 കിലോമീറ്റർ മാറി ഒരു വീട്ടിൽ ഇദ്ദേഹം ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു ഇദ്ദേഹത്തിന് നിന്നുള്ള വിവരം ലഭിക്കുകയും അവിടെ ചെന്ന് വളരെ സാഹസികമായി കീഴ്പ്പെടുത്തുകയാണ്. നമ്മൾ എക്കോ സിനിമയിലെ കൂട്ട് കുറേ നായ്ക്കളുടെ നടുവിലാണ് ഈ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. കാര്യം ഈ മാന്തോട്ടത്തിൽ ചെന്നപ്പോൾ 4 ചുറ്റും മതിലാണ്. അവിടെ ഈ കമ്പിവേലിയുടെ ചുറ്റും ഒരു 10-30ഓളം നായ്ക്കൾ ഇങ്ങനെ നിൽക്കുകയാണ്. അതൊരു തികച്ച് സാഹസികമായിരുന്നു കാര്യം. ചിലപ്പോൾ എന്നിട്ടും ഞങ്ങൾ ചെയ്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ പോലീസ് ഇത്രയധികം കാര്യം ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നേക്കുന്നത് വെറുതെ അല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു കടമ കൂടിയുണ്ട്. കാര്യം ഞങ്ങൾ പിന്തിരിഞ്ഞോടി എന്നുള്ള ലെവലിലാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ ചിത്രീകരിച്ചത്. പരിഹസിച്ച് ഒരുപാട് പരിഹസിച്ചു. പരിഹാസം ഞങ്ങളെ ഒരുപാട് കടി ഉണ്ടാനും വേണ്ടിയില്ല, അതിനകത്ത് കയറുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അപ്പൊ അങ്ങനെ നായ്ക്കളെയൊക്കെ വെട്ടിച്ച് നമ്മൾ ആ റൂമിൽ കയറി ഈ ചവിട്ടി തുറക്കുമായിരുന്നോ നമ്മൾ ഇത് വീട്? ചവിട്ടി തുടങ്ങി. അത് ഒരു വീടാണ്, ഫ്രണ്ടിലും ബാക്കിലുമുള്ള പിന്നെ വാതിലുള്ളൊരു വീടാണ്. അവിടെ 2 വശത്തൊന്നും കയറണം. പിന്നെ നമ്മൾ എന്തെങ്കിലും വിഷയം ഉണ്ടായി അയാൾ ഏത് രീതി പ്രതികരിക്കും ആയുധമുണ്ടോയെന്ന് നമുക്കറിയത്തില്ല. ഫയർ ആംസ് ഞങ്ങൾ യൂസ് ചെയ്തിരുന്നു.
കാര്യം നമുക്ക് എവിഡൻസിലേക്ക് അത് അത്യാവശ്യമാണ്. ഇയാൾ പ്രതികരിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതെന്നൊരു തോന്നല. അതുകൊണ്ടാണ് അത് വീഡിയോ ചിത്രീകരിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. പോലീസിൻ്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നുള്ളത് അത് എൻ്റെ ഉത്തരവാദിത്തമാണ്, ഇവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥൻ്റെയും ഉത്തരവാദിത്തമാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എസ് ഐ ഷാനവാസാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. പിന്നെ CPMമാരായ ബോബിനും വിഷ്ണുവും എൻ്റെ കൂടെ എല്ലാ കേസിനും സഹകരിക്കുന്നവരാണ്. പിന്നെ ഉണ്ടായിരുന്ന നമ്മളെ ജൂനിയർ ASI ഫീനുമാണ് ഉണ്ടായത്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിടികൂടുമെന്ന് ഒരു കാരണവശാലും പ്രതീക്ഷിച്ചില്ല. കാരണം പുള്ളി ഈ ഫോൺ യൂസ് ചെയ്യത്തില്ല. ഫോൺ അതാത് സ്ഥലങ്ങളിൽ ചെല്ലുന്നു, ആരെങ്കിലും ഇന്ന് ഫോൺ മേടിക്കുന്നു, മറ്റേയാളെ വിളിക്കുന്നു. നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സാധാരണ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ എറണാകുളത്ത് ഈ വണ്ടി കൊണ്ട് ഉപേക്ഷിച്ച് തന്നെ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. കാര്യം നമ്മൾ തന്നെ എറണാകുളം ഭാഗത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് തെങ്കാശിയിലാണ് ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അത്രയും ആത്മവിശ്വാസത്തോടുകൂടി പുള്ളി പറ്റിപ്പോയ തെറ്റിൽ കുറ്റബോധമുണ്ട്. തീർച്ചയായിട്ടും അത്തരം ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ്. കരഞ്ഞു പറയുന്നൊരു വീഡിയോ ഒക്കെ ഇറങ്ങുന്നുണ്ട്, കരയുന്ന ഒരു വീഡിയോ പറ്റിപ്പോയി സാറേ. പുള്ളിയുടെ ഒരു സ്ഥിരം രീതി തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, എന്തായാലും കേരള പോലീസിന്റെ ബിഗ് സല്യൂട്ട്.